ഇതാണ് ഒരു വീടിൻ്റെ കോലം. പൊന്നാനി കടപ്പുറത്ത് വന്നവർ ഇങ്ങനെ ഒരു 2 വീട് കണ്ടവരാരെങ്കിലും ഉണ്ടാകും. പണ്ട് കാലത്തെ സുനാമി ഉണ്ടായപ്പോഴോ ഇനി കടൽ കയറിയപ്പോഴോ എന്നറിയില്ല, വീട് മൊത്തമായി നശിച്ച്. ഈ 2 ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഫുള്ള് മണൽ കയറിയിട്ട് ഇപ്പം ഞാൻ ഇതിൻ്റെ ഇരിക്കുന്നത് വാർപ്പിൻ്റെ മുകളിലിരിക്കുന്നത്. അപ്പോൾ തന്നെ ഇതിൻ്റെ അഗാധം എത്ര ഉണ്ടാവും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? 2 വീടിൻ്റെ ഫുള്ള് ഉള്ളിൽ മണലായിട്ട് എന്താ അവസ്ഥ അല്ലേ? ഇതിൻ്റെ ആൾക്കാർക്കും ഇതൊന്നും പറ്റിയിട്ടൊന്നും ഉണ്ടാവില്ല, കാരണം കുറച്ചേച്ച മണലിങ്ങനെ കയറി ഫുള്ളായതാണ്. എന്തായാലും ഈ വീടിൻ്റെ വിശേഷങ്ങളൊന്നും നമുക്ക് കണ്ടോക്കി വെക്കാം. വിശേഷങ്ങളെന്ന് പറയാനൊന്നുമില്ല, വീടൊന്ന് കണ്ടോക്കി വെക്കാം. മണൽ കയറിയ വീട്. ഓക്കെ, ഇതാണ് ഒരു വീടിൻ്റെ കോലം. ഒരു വീടിൻ്റെ സിറ്റ് ഔട്ടാണ് ഈ കാണുന്നത്. സിറ്റ് ഔട്ട് പറഞ്ഞാൽ സിറ്റ് ഔട്ടിൻ്റെ തൂണ്, അതിൻ്റെ ദൂരം മണൽ കയറി ഫുള്ള്. വേനൊന്നുമില്ല. അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റും തോന്നുന്നല്ലേ? പക്ഷേ ഈ വീട് എത്രത്തോളം ഭംഗിയിൽ ഉണ്ടാക്കിയാണെന്നുള്ള അതിൻ്റെ ചെമര് കണ്ടാൽ മനസ്സിലാവും. എത്ര ഉൾപ്പെടെ അധ്വാനാണല്ലേ, ഒരു ആയുസിൻ്റെ അധ്വാനം എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ഇപ്പം ഇങ്ങനെ ഈ വീടായിരിക്കുന്നത്. പക്ഷെ അവിടെ കടലാണ്, അങ്ങോട്ട് കാണിച്ചു കൊടുക്കും. ആ കടലാണ് ഇങ്ങോട്ട് കയറിയത്. ഇപ്പോൾ ഇവിടെ കല്ലതൊക്കെ ഇട്ട് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇത് അടുത്ത വീട് ഫുള്ള് മൂടിയില്ലേ? പിന്നെ ആരോ തുരങ്ക ഉണ്ടാക്കിയിട്ട് ഉള്ളിലേക്ക് കയറി പോകണ്ട. കണ്ട, ഒരു തുരങ്ക ഉണ്ടാക്കിയിട്ട് ഉള്ളിലേക്ക് ചെക്കന്മാരൊക്കെ കയറിട്ടുണ്ടോ എന്താ അറിയില്ല. ഇതാണ് അവസ്ഥ മൊത്തത്തില്. ഇതിന്റെ വാർപ്പിന്റെ മുകളിൽ കയറാൻ സുഖം, അതിന് കയറാൻ സുഖം തന്നെ. അപ്പൊ അങ്ങനെ അള്ളാഹു നമ്മളെല്ലാവരും ഇതേപോലത്തെ ആപത്തുകളൊക്കെ തൊട്ട് കാക്കട്ടെ. പക്ഷെ അത് ഇതുപോലത്തെ വീഡിയോകൾ ഇനിയും കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാം, ബെൽ ബട്ടൺ ഞെക്കുക അല്ലേ? പക്ഷെ അല്ല, കൂടുതലാരാണ് അജ്മൽ ഷാ കാണിച്ചു തരാം. അതുകൊണ്ടാ